പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്നതായ വലിയ വിടുതലുകളുമായി കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന കരുണയ്ക്കായി സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ട വലിയൊരു അനർത്ഥത്തിൻ്റെ വിടുതൽ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പിന്നെയും ഒത്തിരിയേറെ വിടുതലുകൾ എൻ്റെ തലമുറകളുടേതായ ജീവിതത്തിൽ ഒക്കെ ദൈവം ചെയ്തത് ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ സാക്ഷീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ സാക്ഷ്യം മുഴുവനായി കേൾക്കണം. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടത് കേൾക്കണം. ഒത്തിരിയേറെ നന്മ വിടുതലുകൾ ഞങ്ങളുടെ തലമുറകളുടേതായ വിഷയത്തിന്മേലൊക്കെ ദൈവം പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇളയ മകനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഡൽഹിയിൽ എൻ്റെ ചേച്ചിയുടെ മകളുണ്ട്, വല്യപ്പച്ചൻ്റെ മോള്. അവൾ ഒരു സുവിശേഷ വേല ചെയ്യുന്ന കർത്താവിൻ്റെ പൈതലാണ്. തന്നെയുമല്ല പ്രവചന ശുശ്രൂഷയും അവൾക്കുണ്ടായിരുന്നു. ഞാനന്ന് RC ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നു. അങ്ങനെ ഞാൻ പ്രിയ പൈതലിന് ഏകദേശം എനിക്ക് തോന്നുന്നു 6 മാസം എങ്ങാണ്ട് പ്രിയ പൈതൽ ഉദരത്തിലായിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. പ്രിയ മകൾ എൻ്റെ അനിയത്തി അന്ന് ഡൽഹിയിൽ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയോട് പറയാനായിട്ട് ഇടയായി തീർന്നു. ജെസ്സി ആൻറ്റിയോട് പറയണം, ഉദരഫലത്തെ തകർത്ത് കളയുവാൻ വേണ്ടി ശത്രു പദ്ധതി ഒരുക്കുന്നുണ്ട് എന്നുള്ളത്. ജെസ്സി ആൻറ്റിയോട് പ്രത്യേകം സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണമെന്ന് എൻ്റെ അനിയത്തിയോട് പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് ആ വിഷയം സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. കുഞ്ഞേച്ചി സൂക്ഷിക്കണം, കുഞ്ഞേച്ചി എന്നാണ് അവൾ എന്നെ വിളിക്കുക. കുഞ്ഞേച്ചി സൂക്ഷിക്കണം, ഇങ്ങനെ ഗിഫ്റ്റ് മോൾ പറയാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഞ്ഞേച്ചി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് അങ്ങനെ കേട്ടു. അതങ്ങനെ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കാനൊന്നും ഇടയായി തീർന്നില്ല. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ ഈ കുഞ്ഞിന് 6 മാസം എൻ്റെ ഉദരത്തിലുള്ളപ്പോഴാണ് അങ്ങനെ ഒരു ദൈവശബ്ദം കേൾപ്പാനായിട്ട് ഇടയായി തീർന്നത് പ്രിയ മകളിലൂടെ. എന്നാൽ അതിന് മുന്നമേ പ്രിയ പൈതൽ ഒരു 3 മാസം എൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ മുതലേ അവനെ തകർത്ത് കളയാൻ തക്കവണ്ണം ശത്രുവിൻ്റെ വലിയ ഒരു പ്രവൃത്തി തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ അവിടെ കൊപ്രകളമൊക്കെ ഉണ്ട്, കൊപ്രക്കളം. അപ്പോൾ മഴ പെയ്ത് തിന്നു കിടക്കുന്നതായ അവസരത്തിൽ ഞാൻ മൂത്ത പൈതലിനെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അതിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ തെന്നി ഞാനങ്ങ് വീഴുവാനായിട്ട്, തലയടിച്ച് മലന്നങ്ങോട്ട് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ കുഞ്ഞെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് കുഞ്ഞിനെ സൂക്ഷിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ല. കുഞ്ഞിനെ ഞാൻ മുറുകെ പിടിച്ചു, അമ്മ വീഴാതെ മുറുകെ പിടിച്ചു. അപ്പോൾ തല ശക്തമായിട്ട് തറയിലിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഉദരത്തിൽ പ്രിയ പൈതൽ 3 മാസം, രണ്ടാമത്തെ പൈതൽ 3 മാസം എൻ്റെ ഉദരത്തിൽ ഉണ്ട്. അപ്പോൾ അന്ന് ദൈവത്തിൻ്റെ വലിയ വിടുതൽ കാണുവാൻ ഇടയായി തീർന്നു. എൻ്റെ തലയ്ക്ക് അല്പമായ പ്രയാസവും ഒക്കെ ഞാൻ അനുഭവിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെനിഞ്ചൈറ്റിസ് 2001 വന്ന കാര്യം. അപ്പോൾ ഈ അപ്രകാരമുള്ള ക്ഷതങ്ങളൊക്കെ എൻ്റെ തലയിൽ സംഭവിച്ചതിൻ്റെ അനന്തരഫലമായിട്ടായിരിക്കണം ആ മെനിഞ്ചൈറ്റിസ്, തലച്ചോറിൽ പഴുപ്പൊക്കെ എൻ്റെ അത് ഞാൻ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ദൈവം കുഞ്ഞിന് യാതൊരു കേടും വരുത്തിയില്ല. എനിക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. എൻ്റെ മൂത്ത പൈതൽ കരങ്ങളിലിരിക്കുമ്പോൾ പ്രിയ പൈതലിന് യാതൊരു കേടും കൂടാതെ ദൈവം സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ്, വീട്ടിലേക്ക് താമസം മാറുകയല്ല, വീട്ടിലേക്ക് ഞാൻ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കുന്നിൻ്റെ മുകളിലേക്ക്, അന്ന് ഞങ്ങൾക്ക് ഇവിടെ പശുക്കളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ കുന്നിൻ്റെ മുകളിലേക്ക് ഞാൻ പുല്ലരിയാൻ വേണ്ടി കയറി പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പുല്ലുംകെട്ടൊക്കെ ആയിട്ട് ഇറങ്ങി വരുമ്പോൾ 7 മാസം അന്ന് എൻ്റെ പ്രിയ പൈതൽ ഉദരത്തിലുണ്ട്, രണ്ടാമത്തെ പൈതൽ. അപ്പോൾ എൻ്റെ കാല് പെട്ടെന്ന് കശുമാവും തോപ്പായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കാല് ചവറിൽ തെറ്റിയിട്ട് ഞാൻ അങ്ങ് വീണു. കുത്താലെ ഞാൻ അങ്ങോട്ട് വീണു. ശക്തമായൊരു വീഴ്ചയായിരുന്നു. പക്ഷേ എനിക്ക് ശരീരത്തിന് അല്പം പ്രയാസമൊക്കെ അപ്പം അനുഭവപ്പെട്ടുവെങ്കിലും ഉദരഫലത്തിന് യാതൊരു കേടും വരുത്താതെ കർത്താവ് സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു.
അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺപൈതലിനെ എഡ്വിനെ, പ്രിയ പൈതലിനെ ദൈവം എനിക്ക് ദാനമായി നൽകി. പിന്നീടും അവൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവനെ തകർത്തു കൊള്ളുവാൻ ശത്രു പദ്ധതി ഒരുക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ പൈതലിനെ ദൈവം കണ്ടിട്ടുള്ള പൈതൽ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് അവനെ കണ്ടിട്ടുള്ളത് ആയതുകൊണ്ട് ആണ് ശത്രു അവനെ തകർത്തു കളയാൻ വേണ്ടി പിന്നെയും പ്രിയ പൈതലിൻ്റെ പുറകെ ശത്രുവായ കൂടുവാനും ഒത്തിരിയേറെ പലവിധമായ പ്രയാസം, അനർത്ഥങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നു. ഒരു ദിവസം അയൽവക്കത്തെ ട്യൂഷന് കടന്നു പോയപ്പോൾ അവിടെ അവരുടെ ടിവിയുടെ ആൻറ്റീന, അന്ന് മഴയുള്ള സമയങ്ങളാണ്, ടിവിയുടെ ആൻറ്റീന മുറ്റത്ത് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതായ സമയമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോട് അവർ പറഞ്ഞു, ആൻറ്റീനയിൽ തൊടരുത്, അതിൽ ഷോക്കുണ്ട്, തൊടരുതെന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ മഴയുള്ള ഒരു ദിവസമായിരുന്നു. പ്രിയ കുഞ്ഞ് എങ്ങനെയോ ആൻറ്റീനമേ പിടിക്കാനും, പക്ഷേ അവൻ പെട്ടെന്ന് തെറിച്ച് മുറ്റത്തേക്ക് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. തെറിച്ച് വീണതുകൊണ്ട് അവന് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ മരണകരമായ അനുഭവത്തിൽ നിന്ന് അവിടെ ദൈവം അവനെ കാത്തു സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ഒരു ദിവസം ടെറസിൻ്റെ മുകളിൽ ഒരു കോണി വെച്ചിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടി ടെറസിൻ്റെ മണ്ടയിലേക്ക് അവൻ കയറുമ്പോൾ കോണി മറിഞ്ഞ് അവൻ മലന്നടിച്ച് മുറ്റത്തേക്ക് അങ്ങ് വീണു. അപ്പം നടുവിന് അല്പം പ്രയാസമൊക്കെ അപ്പം ഉണ്ടായെങ്കിലും പിന്നീട് അത് വേറെ പ്രശ്നത്തിനൊന്നും ഇടയായി തീർന്നില്ല. തലയടിക്കാനോ അവൻ്റെ മരണം സംഭവിക്കാനോ ഒന്നും സമ്മതിക്കാതെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പ്രിയ പൈതലിനെ സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഒരു മരത്തിൽ കയറി അവനൊത്തിരി കഠിനമായി അധ്വാനിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. നല്ലോണം അധ്വാനിക്കുന്ന, നല്ലോണം പണികളൊക്കെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ മരത്തിൻ്റെ ഒരു കൊമ്പിറക്കാൻ വേണ്ടി, അത് വലിയൊരു മുരിങ്ങയായിരുന്നു, അതിൻ്റെ കൊമ്പ് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്, അത് കായ്ക്കാത്ത മുരിങ്ങയായതുകൊണ്ട് അത് വെട്ടിക്കളയാമെന്നുള്ള ഇതിൽ കോണി വെച്ചിട്ട് അവൻ കോണിമേൽ നിന്നുകൊണ്ട് അത് വെട്ടി, അതിങ്ങനെ മറിഞ്ഞിട്ട് അതിൻ്റെ കടഭാഗം വന്നിട്ട് പ്രിയ കുഞ്ഞിൻ്റെ തലയിൽ അടിപ്പാനായിട്ട് ഇടയായി തീർന്നു. അവിടെയും മരണം സംഭവിക്കാമായിരുന്നു. കർത്താവ് പ്രിയ കുഞ്ഞിനെ സൂക്ഷിച്ചു. യാതൊരു അനർത്ഥവും കൂടാതെ വണ്ണം തന്നെ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ പിന്നെ ഇവൻ ഡ്രൈവിങ് അവൻ്റെ വലിയൊരു ഹരമാണ്. അപ്പം നന്നായിട്ട് ഡ്രൈവിങ് അറിയാം. അപ്പോൾ ഇസാഫിൽ അവൻ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നുണ്ട്. MD സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അവൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയോ ദൂരങ്ങളൊക്കെ അവൻ ഈ വാഹനം ഓടിച്ച് പോകുന്ന ഒരു ശീലമുണ്ട്. അതൊന്നും അവന് ബുദ്ധിമുട്ടായിരുന്നില്ല, അവനത് സന്തോഷമാണ്. അങ്ങനെ ഒരു ദിവസം അവനിങ്ങനെ അന്ന് അവൻ തനിച്ചാണ് കാറിൽ യാത്ര ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അവന് പെട്ടെന്ന് പുലർച്ചെ ഒരു 5 മണിയായപ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണങ്ങോട്ട് അടഞ്ഞു പോകാനായിട്ട് ഇടയായി. നല്ല സ്പീഡിൽ തന്നെ അവൻ ഓടിച്ച് വരുമ്പോഴാണ് അപ്രകാരം പെട്ടെന്ന് തന്നെ അവൻ്റെ കണ്ണടഞ്ഞു പോകുക, ഉറക്കം വരുവാനും കണ്ണടഞ്ഞു പോകുവാനും ഇടയായി തീർന്നു. അങ്ങനെ പക്ഷേ സഡൻലി അവൻ പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ ഒരു ലോറിയുടെ അടിയിലേക്ക് കാർ ഇടിച്ച് കയറേണ്ട സമയത്തായിരുന്നു പെട്ടെന്ന് അവൻ കണ്ണ് തുറക്കുവാനിടയായി തീർന്നത്. പെട്ടെന്ന് വാഹനം ചവിട്ടി നിർത്തുവാൻ നോക്കിയപ്പോഴേക്കും വാഹനം പലവട്ടം കറങ്ങി അങ്ങോട്ട് മാറി നിന്നു. എന്നാൽ അവിടെ ഡിവൈഡറും ഇടിച്ച് താഴത്തേക്ക് വാഹനം പോകാമായിരുന്നു. എന്നാൽ അതൊന്നും സംഭവിക്കാതെ അവിടെ ദൈവം വലിയൊരു അനർത്ഥം, പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോകാമായിരുന്ന അനുഭവത്തിൽ നിന്നും പ്രിയ പൈതലിനെ കർത്താവ് വെടിവെപ്പാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ വേറൊരു അനർത്ഥം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടത്, കൂട്ടുകാരൻ്റെ ബൈക്കിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകാരൻ്റെ ബാക്കിൽ പിന്നിൽ അവനിരിക്കുവാണ്. അപ്പോൾ ഹെൽമെറ്റൊന്നുമില്ല തലയിൽ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല സ്പീഡിൽ ഇങ്ങനെ ബൈക്ക് പോകുമ്പോൾ ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു സൈക്കിൾ പെട്ടെന്ന് മുമ്പ് ഇങ്ങനെ കയറി വരാൻ ഇടയായി തീർന്നപ്പോൾ കൂട്ടുകാരൻ സഡൻ ബ്രേക്ക് ചെയ്തു. പ്രിയ കുഞ്ഞാണെങ്കിൽ ബാക്കിലിരുന്നിട്ട് അവൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കൈവച്ച് പതുക്കെ ഒന്ന് മയങ്ങിയിരിക്കുന്ന സമയം. അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു അപ്രകാരം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കപ്പെടും ഇടയായി തീർന്നത്. പ്രിയ പൈതൽ പെട്ടെന്ന് തെറിച്ച് റോഡിലേക്ക് അങ്ങോട്ട് വീണിട്ട് കുറേ ദൂരം അവൻ അങ്ങനെ നിരങ്ങി അങ്ങോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. അവൻ ഇട്ടിരുന്ന ജീൻസ് വരെ കീറി അവൻ്റെ മുട്ടിൽ മാരകമായ മുറിവ് സംഭവിച്ചു. അങ്ങനെ അവിടെ അവന് ബോധക്ഷയം വന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുവാനൊക്കെ ഇടയായി തീർന്നു. അവിടെയും ദൈവം വലിയൊരു അനർത്ഥത്തിൽ നിന്നും പൈതലിനെ വിടുവിച്ച് മരണത്തിൽ വിട്ടുകൊടുത്തില്ല.
അങ്ങനെ ദൈവം വിടുവിച്ചു. അതുകൂടാണ്ട് ഇവന് 1.5 വയസ്സ്, ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പം ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുവാണ് അമ്മ, വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ വീട്ടിൽ പശുക്കളൊക്കെ ഉള്ളത് കാരണത്താൽ ഞാനും അമ്മയും പശുവിനെ കറക്കുന്ന സമയം അപ്പോൾ തൊഴുത്തിനോട് ചേർന്ന് വലിയ നല്ല രീതിയിൽ കെട്ടി ഉയർത്തിയ ഒരു ചാണകക്കുഴി ഉണ്ടായിരുന്നു. കല്ലൊക്കെ വെച്ച് കെട്ടി ഉയർത്തിയ വലിയ ചാണകക്കുഴി, ആഴത്തിൽ നല്ല ആഴമുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ കുറേ അധികം പശുക്കളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ചാണകക്കുഴി അവിടെ ഉണ്ടായിരുന്നു. അതിൽ മഴക്കാലമായതിനാൽ വെള്ളം നിറഞ്ഞ് ചാണകമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാനും അമ്മയും ഇങ്ങനെ അവിടെ തൊഴുത്തിൽ ഇരുന്ന് പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടും, മൂത്ത മോനും ഇളയ മോനും കൂടെ കളിച്ച് അവർ എറാത്തിരുന്ന് കളിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ തൊഴുത്തിലേക്ക് പോയത്. എന്നാൽ രണ്ടുപേരും കൂടെ കളിച്ച് ആ ചാണകക്കുഴിയുടെ വക്കിന് പോയി. അപ്പം ഞങ്ങൾ ഈ പശുവിൻ്റെ മറ കാരണം കൊണ്ട് എനിക്കോ അമ്മയ്ക്കോ ഈ കുഞ്ഞുങ്ങൾ വന്നതൊന്നും കാണാനിടയായി തീർന്നില്ല. എന്നാൽ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എന്തോ വീഴുന്നതായ ശബ്ദം കേട്ട്, അപ്പം പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ എന്തോ ഒരു വലിയ സാധനം, കല്ല് പോലത്തെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുമ്പോഴുള്ള സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് അമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മൂത്ത പൈതൽ ആ ചാണകക്കുഴിയുടെ വക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പാലെടുത്ത് മാറ്റി വെച്ചു. അമ്മയുടെ മനസ്സിൽ വലിയൊരു ഭീതി കയറി. അമ്മയ്ക്ക് മനസ്സിലായി ഇളയ പൈതൽ അതിൽ ചാടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുഞ്ഞ് ആ ചാണകക്കുഴിയിൽ കുഴിക്കകത്ത് വീണ് മുങ്ങിപ്പോയി. അമ്മ പെട്ടെന്ന് തന്നെ അതിലേക്ക് എടുത്ത് ചാടുവാനും പ്രിയ കുഞ്ഞിനെ അവിടുന്ന് രക്ഷിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെയും മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവകരം കൂടിയിരുന്നതിന് ഓർത്ത് ഈ സമയം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൂടാതെ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 ആൺമക്കളുടെ വിവാഹം ഒരു ദിവസമായിരുന്നു. ഒന്നിച്ച് ഒരു ദിവസമായിരുന്നു. ഒരു കൊട്ടാരക്കരയിലുള്ളൊരു ദേവദാസിൻ്റെ 2 പെൺകുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെയാണ് അവർ വിവാഹം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ആദ്യത്തെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഈ പെൺമക്കൾ 2 പേരും ബാംഗ്ലൂർ നേഴ്സിങ്ങിന് നേഴ്സിങ് ജോലി BS നേഴ്സുമാരാണ് അവർ അവിടെ ജോലി ചെയ്യുവാൻ. അപ്പോൾ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ബാംഗ്ലൂർക്ക് കടന്നുപോയി. 2 ആൺമക്കളും കൂടെ ഒരു കാറിൽ ബാംഗ്ലൂർക്ക് കടന്നുപോയി. ഇവർ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എത്തുന്നതിന് മുന്നമേ, ബാംഗ്ലൂർ പെൺമക്കളുടെ അടുത്ത് എത്തുന്നതിന് മുന്നമേ തന്നെ, അപ്പോൾ ഇളയ മോനാണ് ഡ്രൈവ് ചെയ്യുന്നത്, മൂത്ത മോൻ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ എത്തുന്നതിന് മുന്നമേ വലിയൊരു ലോറിയുടെ ബാക്കിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിച്ച യാത്ര ചെയ്തിരുന്ന കാർ അങ്ങോട്ട് ഇടിച്ച് അതിൻ്റെ ഫ്രണ്ട് മൊത്തം തകർന്നു പോയി. കാറിൻ്റെ ഫ്രണ്ട് മൊത്തം തകർന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ 2 ആൺമക്കൾക്കും ഒരു പോറൽ പോലും വരുത്താതെ കർത്താവിൻ്റെ കരം അവരെ താങ്ങി അവിടെയും ദൈവത്തിൻ്റെ വലിയ വിടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ സഹായിച്ചു. അതിനുശേഷം 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്തും ഇതുപോലെ, അന്നും പെൺമക്കൾ ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ആൺപിള്ളേർ 2 പേരും 2 ബൈക്കിലായിട്ട്, കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോൾ 3 ബൈക്കിലായിട്ട് ഇവർ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി സന്തോഷമായിട്ട് ഭാര്യമാരെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് അവർ മടങ്ങി വരുന്ന സമയത്ത് ഏകദേശം ഒരു 2 മണി, പുലർച്ചെ 2 മണിയുടെ സമയത്ത് ആണ് അവർ അവിടുന്ന് 10 മണിക്ക് അവിടുന്ന് ഇറങ്ങി. പുലർച്ചെ 2 മണി ആയ സമയത്ത് മൂത്ത മോൻ ബൈക്ക്, അവൻ തനിച്ചാണ് ബൈക്കിൽ ഉള്ളത്. അപ്പോൾ അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. കുഞ്ഞിൻ്റെ കണ്ണ് പെട്ടെന്ന് അങ്ങ് അടഞ്ഞുപോയി. അപ്പോൾ അതിന് മുന്നമേ അവർക്ക് ഇങ്ങനെ ഉറക്കം വന്നപ്പോൾ അവർ പെട്ടെന്ന് സൈഡൊക്കെ ഒതുക്കി സൈഡിൽ ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് അവിടുന്ന് യാത്ര തുടർന്നതാണ്. പിന്നെയും കുഞ്ഞറിയാതെ, മൂത്ത പൈതൽ അറിയാതെ അങ്ങോട്ട് ഒന്ന് മയങ്ങിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. അത് വലിയൊരു അനർത്ഥമായിരുന്നു അന്ന് സംഭവിക്കപ്പെട്ടത്. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടുന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അപ്പം ഞങ്ങളിവിടെ ഉറങ്ങാനായിട്ട് കിടന്നു. പക്ഷേ എന്ത് ചെയ്ത ഉറക്കം വരത്തില്ല എനിക്ക്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ ബാംഗ്ലൂർക്ക് പോകുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കാണാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ബൈക്ക് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അതിന് കറങ്ങി വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോകുന്നതായിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറയാൻ ഇടയായിത്തീർന്നു. 2 പേർക്കും ബൈക്കുള്ളത് കൊണ്ട് മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം, അമ്മ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഒക്കെയാണ് കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിൻ്റെ ദേശത്തേക്ക് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തത്. അപ്പോൾ അത് ഞങ്ങൾ പിതാവൊക്കെ അത്
തടയാൻ ശ്രമിച്ചു. ട്രെയിനിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവിടെ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ബൈക്കാകുമ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പിള്ളേർ ബൈക്കിൽ പോകാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ മൂത്ത മോൻ പെട്ടെന്ന് ഇങ്ങനെ അവൻ്റെ കണ്ണിലേക്ക് ഉറക്കം വരുവാനും അവൻ്റെ കണ്ണടഞ്ഞു പോകുവാനും അവൻ്റെ ബൈക്ക് റോഡിൻ്റെ സൈഡിൽ അടിച്ച് താഴത്തേക്ക് പലവട്ടം മറിഞ്ഞ് താഴത്തെ പോക്കറ്റ് റോഡിലേക്ക് അങ്ങ് ചാടിപ്പോയി. അങ്ങനെ പ്രിയ പൈതൻ്റെ തലയിൽ നിന്ന് ഹെൽമെറ്റ് തെറിച്ച് പോയില്ല. തലയൊക്കെ ആഞ്ഞാഞ്ഞ് പല സ്ഥലത്ത് തട്ടുന്നത് അടിക്കുന്നതൊക്കെ അവൻ അറിഞ്ഞു. അവൻ്റെ കാലിൻ്റെ 2 വിരൽ പാദത്തോട് ചേർന്നുള്ള ആ ഭാഗം 2 വിരൽ ഒടിയുവാനായിട്ട് ഇടയായിത്തീർന്നു. കൈയിൻ്റെ ഷോൾഡറിനും അവനല്പം പ്രയാസമായി തീരുവാനിടയായിത്തീർന്നു. എന്നാൽ അങ്ങനെ അവൻ അവിടെ വീണ് അസഹ്യമായ വേദനയാൽ എല്ല് രണ്ടെണ്ണം പൊട്ടി, 2 വിരൽ ഒടിഞ്ഞു. അപ്പോൾ ആ പാദത്തിൻ്റെ മോൾ ഭാഗത്താണ് ഒടിഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ നീരും വേദനയും ഒക്കെയായി അവൻ എണീക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം ശരീരത്തിന് വേദന അനുഭവിച്ച് അവനവിടെ കിടക്കുമ്പോൾ അവന് ബോധമൊന്നും നഷ്ടപ്പെട്ടില്ല. അവന് തലയിൽ ഹെൽമെറ്റ് ഊരി പോകാത്തതിൻ്റെ അവിടെ അങ്ങനെ സൂക്ഷിച്ചു. അങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ അനുജനും കൂട്ടുകാരനും 2 ബൈക്കിൽ പോകുന്നത് അവൻ അവിടെ കിടന്ന് കാണുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ അവന് നിവൃത്തിയില്ല. അവർ ശ്രദ്ധിക്കുന്നുമില്ല. കാരണം ഇവൻ മുമ്പിൽ അങ്ങ് പോയതുകൊണ്ട് ഇവർ നല്ല സ്പീഡിൽ തന്നെ അങ്ങ് യാത്ര ചെയ്തു. ഏകദേശം ഒരു 30 കിലോമീറ്ററോളം അവരിങ്ങോട്ട് പോന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ മോൻ മൊബൈൽ എടുത്തിട്ട് പലവട്ടം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാംഗ്ലൂർ തണവുള്ള സമയമായത് കാരണത്താൽ ഇവർ 2-3 ഡ്രസ്സൊക്കെ ഇങ്ങനെ മുകളിലിട്ടിട്ടുണ്ടായിരുന്നു. അതും അവർക്ക് ഗുണമായി, പ്രിയ പൈതലിന് ഗുണമായി. അവൻ്റെ ഒരു കാലിന്മേൽ നിന്നും ഷൂ ഊരിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. ആ കാലിനാണ് ഇങ്ങനെ പൊട്ടലുണ്ടാവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ഇവൻ പലവട്ടം വിളിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഫോൺ എടുത്തില്ല. കാരണം അവർ യാത്രയിലായത് കാരണത്താൽ അങ്ങനെ ശ്രദ്ധിച്ചില്ല അവർ. അങ്ങനെ കുറേ ദൂരം പോന്നിട്ടും ഗോഡ്വിൻ എന്നാണ് മൂത്ത മോൻ്റെ പേര്. പ്രിയ പൈതലിനെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ വണ്ടി ഒതുക്കി മൊബൈൽ എടുത്തിട്ട് നോക്കിയപ്പോൾ കുറേ മിസ് കോളുകൾ കണ്ടു. അപ്പോൾ എൻ്റെ മോൻ അവരെ വിളിച്ചതായിരുന്നു. എന്നാൽ അവർ അത് ശ്രദ്ധിച്ചില്ല. യാത്രയിൽ അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും ഈ എൻ്റെ മോന് ആക്സിഡൻറ്റ് ഉണ്ടായ ആ സ്ഥലത്ത് അന്നാണ് ഈ പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു. അവിടെ പോലീസ് നിൽക്കാത്ത സ്ഥലമായിരുന്നു അന്ന്. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോലീസുകാർ പെട്ടെന്ന് പ്രിയ പൈതലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഈ ഫോൺ കണ്ട് അവർ തിരിച്ചു വിളിച്ചപ്പോൾ പോലീസാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇന്ന ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടുന്ന് അവർ പെട്ടെന്ന് പ്ലാസ്റ്ററൊക്കെ ഇട്ടു. പിറ്റേ ദിവസം തന്നെ പ്രിയ പൈതലിനെ കൊണ്ടുവരുവാനും അവിടെ തൃശ്ശൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനൊക്കെ ഇടയായിത്തീർന്നു. വളരെ ആരോഗ്യത്തോടെ ബലത്തോടെ പ്രിയ പൈതലിനെ ദൈവം ജീവിതത്തിലേക്ക് കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയെല്ലാം പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു പോയെങ്കിലും ദൈവം വലിയ വിടുതൽ അയച്ചു. അതുകൂടാതെ എൻ്റെ മൂത്ത മോന് സൗദിക്ക് ജോലി ശരിയായി സൗദിക്ക് പോകാനുള്ള ഒരാഴ്ച മുമ്പ് ഞങ്ങൾ തൃശ്ശൂർ തുണിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി. അപ്പം ഞാൻ അവൻ്റെ ബൈക്കിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഞാനിരിക്കുന്നത് ഇളയ മോൻ വേറെ വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ സാധനമൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും വരുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ യാദൃശ്ചികമായിട്ട് ഒരു ബൈക്ക് ഞങ്ങളുടെ മുമ്പിലേക്ക് പോക്കറ്റ് റോഡിൽ നിന്ന് പെട്ടെന്ന് കയറുവാനിടയായിത്തീർന്നു. അങ്ങനെ ഭയങ്കര ശക്തമായിട്ട് 2 ബൈക്കും കൂട്ടിയിടിച്ച് ഞാൻ റോഡിലേക്ക് തെറിച്ച് വീണു. മോനും ബൈക്കും കൂടെ മറിഞ്ഞു വീഴുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. എൻ്റെ തല റോട്ടിലടിക്കാനോ ഒന്നും ഇടയായിത്തീർന്നില്ല. അപ്പം കുറേ ഡ്രസ്സൊക്കെ വാങ്ങിയതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാരണത്താൽ ഞാൻ വീണെങ്കിലും ഈ കവറിൻ്റെ മുകളിലേക്കാണ് കവർ അടിയിലും ഞാൻ എൻ്റെ കൈ അതിൻ്റെ മുകളിലും കൈ ഇടിച്ചത്. അപ്പോൾ കവറിലാണ് എൻ്റെ കൈ. അങ്ങനെ കവറുള്ളത് കാരണത്താൽ റോഡിൽ ശക്തമായി ഇടിപ്പാനായിട്ട് ഇടയായിത്തീർന്നില്ല. ഒരു പോറലും ഏൽക്കാതെ ദൈവം എന്നെയും എൻ്റെ പൈതലിനെയും അവിടെ സൂക്ഷിച്ചു. അവൻ്റെ കൈക്ക് അല്പം പ്രയാസം, അങ്ങനെ വേദനയൊക്കെ വിഷമമൊക്കെ
കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നെങ്കിലും വേറെ ഒരു വിഷമവും ഇല്ലാതെ ദൈവം അവിടെയും പ്രിയ കുഞ്ഞിനെ എന്നെയും ദൈവം സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ എൻ്റെ മോളുടെ ജീവിതത്തിലും വലിയൊരു പല അനർത്ഥങ്ങളും എൻ്റെ മോളുടെ ജീവിതത്തിലും കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. 3 പ്രാവശ്യം പാമ്പിൻ്റെ കടിയിൽ നിന്നും, ഒരു പ്രാവശ്യം പാമ്പ് അവളെ കടിച്ചു. എന്നിരുന്നാൽ തന്നെ വിഷം കയറാതെ വണ്ണം പൈതനെ ദൈവം സൂക്ഷിച്ചു. ഒരു പ്രാവശ്യം മൂർഖൻ പാമ്പ് അവളുടെ നേരെ, അവൾ കുഞ്ഞായിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ ഭവനത്തിൽ വെച്ച് അവളുടെ നേരെ പത്തി ഉയർത്തി ഇങ്ങനെ നിൽക്കുവാനും, പക്ഷേ അത് ഞാൻ പെട്ടെന്ന് കാണുവാനും കുഞ്ഞിനെ അവിടുന്ന് പെട്ടെന്ന് മാറ്റുവാനും ഇടയായി തീർന്നു. അതുകൂടാതെ ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചിട്ട് ഒരു വെള്ളിക്കെട്ടൻ പാമ്പ്, വലിയ വെള്ളിക്കെട്ടൻ പാമ്പ് അവൾ ബാത്റൂമിലേക്ക് അങ്ങനെ, അപ്പോൾ പുറത്തുള്ള ബാത്റൂമിലേക്ക് പൈതൽ പോകുവാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വരണ വഴിക്ക് അവൾക്ക് പെട്ടെന്ന് അവളുടെ കാല് ഇങ്ങനെ പൊക്കി ചാടി അവൾ ഇറത്തേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ സ്റ്റെപ്പ് ചവിട്ടിയിട്ട് വേണം കയറാൻ, പക്ഷേ സ്റ്റെപ്പിൽ ചവിട്ടാതെ അവൾ ഇറത്തേക്ക് ചാടി കയറി. അങ്ങനെ അവൾക്ക് ഒരു ഡൗട്ട് തോന്നി. അപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് നോക്കുമ്പോൾ ഒരു വെള്ളിക്കെട്ടൻ പാമ്പ്, വലിയൊരു വെള്ളിക്കെട്ടൻ പാമ്പ് ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുമായിരുന്നു. സ്റ്റെപ്പിൻ്റെ താഴെയല്ല, സ്റ്റെപ്പുമ്മ കിടക്കുമായിരുന്നു. ആ സ്റ്റെപ്പുമ്മ ചവിട്ടാണ്ട് കുഞ്ഞ് പെട്ടെന്ന് ചാടി മുകളിലേക്ക് കയറിയത് കാരണത്താൽ അവളെ ആ വിഷത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ദൈവം അവളെ വിടുവിച്ചു. അങ്ങനെ പലവിധമായ അനർത്ഥങ്ങൾ അടികളുടെ ജീവിതത്തിന് നേരെയെല്ലാം ശത്രു കൊണ്ടുവന്നപ്പോൾ, എൻ്റെ ഞങ്ങളുടെ മക്കളെ തകർത്തു കളയാൻ പലപ്പോഴും ശത്രു പദ്ധതി ഒരുക്കിയപ്പോഴും ദൈവത്തിൻ്റെ വലിയ വിടുതലിൻ്റെ കരം അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇതുവരെയും ഞങ്ങളുടെ ദൈവം ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായ ഓരോ അനർത്ഥങ്ങളെയും ദൈവം തട്ടിമാറ്റി ഇതുവരെയും കർത്താവ് ഞങ്ങളെ നിലനിർത്തിയ അവിടുത്തെ കരുണയ്ക്കായി, കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ സാക്ഷ്യം കേട്ടിട്ടില്ലാത്തവർ, എൻ്റെ സാക്ഷ്യം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പിന്നെയും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായി നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കുടുംബമായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേട്ടവർക്ക് എല്ലാവർക്കും ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. സർവശക്തനായ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ലാത്ത ദൈവമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം മക്കളോട് കൂടെ ഓരോ നിമിഷവും കൂടെയുള്ള കൃപയോർത്ത് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഈ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് ഞാനിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.